Hi everyone, welcome back to Cake and Flakes. അപ്പോൾ നമ്മൾ ഇന്ന് പ്രസൻറ്റ് ചെയ്യാൻ പോണത് ഇപ്പോഴത്തെ മോസ്റ്റ് ട്രെൻഡിങ് കേക്ക് ആയിട്ടുള്ള ഐലൻഡ് ഓഷ്യൻ കേക്കാണ്. അപ്പോൾ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഓഷ്യൻ കേക്ക് ഉണ്ടാക്കണതെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓഷ്യൻ ജെല്ലോ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ ഒരു കേക്കും അതുപോലെ 6 ഇഞ്ചിൻ്റെ ഒരു കേക്കാണ് ഞാൻ എടുത്തേക്കണത്. അതുപോലെ തന്നെ ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഗനാഷാണ് യൂസ് ചെയ്യണത്. 1:2 റൂം ടെമ്പറേച്ചറിൽ വന്നിട്ടുള്ള ഗനാഷാണ് ഞാൻ യൂസ് ചെയ്യണത്. അപ്പോൾ ജസ്റ്റ് നമുക്കിതിനൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഷുഗർ സിറപ്പൊന്നും യൂസ് ചെയ്യണില്ല. കേക്ക് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് എനിക്ക് ഷുഗർ സിറപ്പിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ അധികം ഓവറായിട്ട് ഗനാഷൊന്നും ചേർക്കണില്ല. സിമ്പിൾ ഒരു ലെയർ മാത്രമാണ് ഗനാഷ് ഇടുന്നത്. നെക്സ്റ്റ് കേക്ക് 6 ഇഞ്ചിൻ്റെ പ്ലേസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു എഡ്ജിലോട്ട് നീക്കി വെച്ചു കൊടുക്കുക. വീണ്ടും ഒരു ലെയർ ഗനാഷ് സിമ്പിളായിട്ട് അപ്ലൈ ചെയ്താൽ മതി. താഴത്ത് തേച്ച്, അതായത് താഴത്ത് അപ്ലൈ ചെയ്ത് അത്രയും കൂടി നമ്മൾ മേലെ അപ്ലൈ ചെയ്യണ്ട. നമുക്ക് കട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ കുറേ കേക്ക് വേസ്റ്റ് ആവുമ്പോൾ ഗനാഷും നമ്മളിൽ നിന്ന് പോവും. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് ലെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാതും. നമുക്കിനി നെക്സ്റ്റ് ഇതിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള സ്റ്റെപ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബാക്ക് സൈഡ് ജസ്റ്റ് ഒന്ന് അധികം കട്ട് ചെയ്യണ്ട. ബാക്ക് സൈഡ് നമുക്ക് ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് ആ ഒരു മൗണ്ടൻ്റെ ബാക്ക് സൈഡ് കറക്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ. നിങ്ങൾ എത്ര ഇഞ്ചിൻ്റെ കേക്കാണോ ബേസ് വെച്ചേക്കണത് ആ സെയിം ബേസ് തന്നെ, ആ സൈസിലുള്ള ബേസ് തന്നെ നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. നമ്മുടെ മൗണ്ടൻ നിൽക്കണ ആ ഒരു ഫീലാണ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കൊടുക്കേണ്ടത്. നമുക്ക് അപ്പം നമ്മളുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് കേക്കിൻ്റെ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ കേക്ക് പോപ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ കേക്കിൻ്റെ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്തിട്ട് കുറച്ച് ഗനാഷിൽ മിക്സ് ചെയ്ത് വെക്കാറില്ലേ, അതുപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതാണിത്. നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ജസ്റ്റ് ഈ ഒരു കേക്ക് എടുത്തിട്ട് നമുക്കിഷ്ടമുള്ള ഏത് ഷേപ്പിലാണോ മൗണ്ടൻ വരേണ്ടത് ആ ഒരു ഷേപ്പിലോട്ട് നമുക്കിതിനെ ആക്കിയെടുക്കാം. ഞാൻ ഈ ഒരു ഷേപ്പിൽ ഞാനിവിടെ മൗണ്ടൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ജസ്റ്റ് എവിടെയാണോ ഈ മൗണ്ടൻ വെക്കാനുള്ളത് അവിടെ ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ഫുൾ കേക്കിനെ ഗനാഷ് വെച്ചിട്ട് കവർ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആദ്യം മൗണ്ടനെ തന്നെ ജസ്റ്റ് ഒന്ന് ഗനാഷ് കവർ ചെയ്ത് കൊടുക്കുക. മൗണ്ടൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കേക്ക് മൊത്തം കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജസ്റ്റ് പതുക്കെ ഒന്ന് ഇങ്ങനെ ഒരു എഫക്റ്റ് കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മൗണ്ടന് സ്മൂത്ത് ഫിനിഷിങ് വരില്ലല്ലോ. സിമ്പിളായിട്ടൊരു എഫക്റ്റ് ഇങ്ങനെ കൊടുത്തു വയ്ക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് ഇതിനെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം.
അപ്പോൾ നെക്സ്റ്റ് ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞ് പുറത്തെടുത്തപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു അപ്പിയറൻസ് ആണ് ഇങ്ങനെ ഇരിക്കുക. അപ്പം ഞാനിവിടെ ഒരു 100 ഗ്രാംസ് വൈറ്റ് കോമ്പൗണ്ട് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ആ ഒരു സീഡ് താഴത്തോട്ടുള്ള എഫക്റ്റ് ജസ്റ്റ് ഒന്ന് വരുത്താൻ പോവാണ്. സിമ്പിളായിട്ട് അങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. മൗണ്ടൻ്റെ മേലെ, അതായത് മൗണ്ടൻ ബ്രഷ് ചെയ്യരുത്, താഴ്ത്ത് വരുന്നത് മാത്രം നമ്മൾ വൈറ്റ് കോമ്പൗണ്ട് വെച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി. നെക്സ്റ്റ് ഞാനിവിടെ ഒരു 1 ഗ്രാം കൊക്കോ ബട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കൊക്കോ ബട്ടർ. ഞാൻ ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്തതാണിത്. ഇത് മെൽറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ജെൽ കളർ വൈറ്റ് ഒരു 1-2 ഡ്രോപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കളറ് മൗണ്ടന് അടിച്ചു കൊടുക്കാം. കളർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഒരു 10 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് വൈറ്റ് കോമ്പൗണ്ടും ഈ കൊക്കോ ബട്ടറും ഒക്കെ കറക്റ്റ് സെറ്റായി കിട്ടും. നമുക്ക് നെക്സ്റ്റ് നമ്മളുടെ ജെല്ലോ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ജെലറ്റിൻ പ്ലസ് വാട്ടർ മെൽറ്റ് ചെയ്തത്, പിന്നെ അതുപോലെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇതിനെ രണ്ടിനെയും കൂടിയിട്ട് ഒന്നാക്കാൻ പോവാണ്. അപ്പോൾ ജസ്റ്റ് നമ്മളുടെ ജെലാറ്റിൻ മിക്സ് വാട്ടറിലോട്ട് പതുക്കെ പതുക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആവണം, അല്ലാത്ത പക്ഷം നമുക്ക് കറക്റ്റായിട്ട് സെറ്റായി കിട്ടൂല. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ ഓഷ്യൻ എന്ത് കളറാണോ ആവശ്യമുള്ളത് ആ കളറ് നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഷെഫ് മാസ്റ്ററിൻ്റെ ജെൽ കളർ ബ്ലൂ ആണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഞാൻ ആകെ ഒരു ഡ്രോപ്പ് മാത്രം ഈ ബൗളിൽ ഒഴിച്ചു വെച്ചേക്കാണ്. എന്നിട്ടൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ആദ്യം കുറച്ച് ആഡ് ചെയ്തിട്ട് നമുക്ക് കളർ ഒരു ഡ്രോപ്പ് എങ്ങനെ വരികയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കണം ഈ കളർ മതിയോന്ന്. അപ്പോൾ നമ്മൾ കളർ മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ കറക്റ്റ് ഒരു ഡ്രോപ്പ് ആഡ് ചെയ്തിട്ടില്ല, എൻ്റെ ഇഷ്ടത്തിന് ഞാനൊരു ലൈറ്റ് കളറാണ് ആഡ് ചെയ്തേക്കണത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യാനുസരണം നിങ്ങൾ മിക്സ് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമുള്ള കളറാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇത് റൂം ടെമ്പറേച്ചർ ആവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ 10 മിനിറ്റിന് ശേഷം നമ്മളെ കേക്ക് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ സെയിം അതായത് അളവിലുള്ള ബേസാണ് വെച്ചിരുന്നത്. ഞാനിപ്പോൾ ഇത്രയും കൂടി വലിയ ബേസിലോട്ട് മാറ്റാൻ പോവാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത്, നമുക്കൊരു റിങ് വേണം, കേക്ക് റിങ് വേണം. അത് നമുക്ക് താഴത്ത് ഒട്ടയുള്ള ടൈപ്പ് ആണെങ്കിലും സ്പ്രിംഗ് ഫോം പാനിൻ്റെ ഈ റൗണ്ട് മാത്രം എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളിത് ജസ്റ്റ് നമ്മളുടെ ബേസിൻ്റെ സെൻറ്ററിലായിട്ട് പ്ലേസ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ 2 OHP ഷീറ്റ് ജോയിൻ ചെയ്ത് വെക്കുക. നമുക്ക് ഇവിടെ വലിയ അളവിലുള്ളതൊന്നും കിട്ടാത്തത് കൊണ്ട് 2 A4 സൈസിലുള്ള OHP ഷീറ്റ് ഞാൻ ഇതുപോലെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് നമുക്ക് ഈ റൗണ്ടിലോട്ട് ഇറക്കി വെക്കാം. വെച്ചതിന് ശേഷം നമുക്ക് ഈ താഴത്ത് നമുക്ക് ബേസിലേക്ക് നമ്മളുടെ ആ ഒരു ജെല്ലി ഒഴുകി പോവാത്ത പോലെ ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കണം. നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ സീഡ് ഉള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്രിയേച്ചേഴ്സൊക്കെ ഫോണ്ടന്റ് വെച്ചിട്ട് കാണിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അധികം ക്രിയേച്ചേഴ്സ് ഒന്നും ഒട്ടിച്ചു കൊടുക്കണില്ല. ജസ്റ്റ് 2 സ്റ്റാർ ഫിഷും ഒരു ചെറിയൊരു കല്ലും. അപ്പം നമ്മളിനി നമ്മളുടെ ഐലൻഡിൻ്റെ ജെല്ലി ഒഴിക്കാൻ പോവാണ്.
ജസ്റ്റ് നമ്മളുടെ ഈ ഒരു വൈറ്റ് ഷെയ്ഡ് കാണുന്നത് നമ്മളുടെ ആ ഒരു മൗണ്ടൻ്റെ അടുത്തോട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്കൊരു സി എഫക്റ്റ്, അതായത് നമ്മൾ ടൈഡ്സ് ഒക്കെ അടിക്കുന്ന ആ ഒരു എഫക്റ്റ് കറക്റ്റായിട്ട് വരും. നമുക്കൊരു 1 hour ഇതിനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിനെ ഒന്ന് ഈ OHP ഷീറ്റൊക്കെ നമുക്കൊന്ന് ഒലിച്ചിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് അൺമോൾഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് കേക്ക് വന്നേക്കണത്. ക്ലിങ് ഫോയിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാണ്. ബാക്ക് സൈഡിലും ഞാൻ ഇതുപോലെ തന്നെ ക്ലിങ് ഫോയിൽ ഇട്ട് കൊടുക്കാണ്. ജസ്റ്റ് നമുക്കൊരു പച്ചപ്പ് ഇവിടെ വരുത്താൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഞാനിവിടെ ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റ് ജസ്റ്റ് ഒന്ന് പൊടിച്ചതാണ് ഈ കാണുന്നത്. ഇതിൽ ജെൽ കളറ് ഗ്രീൻ കളർ ആഡ് ചെയ്തതാണ് ഇത്. ഇനി അതെന്നെ കുറച്ച് ലൈറ്റ് ഷെയ്ഡിൽ മിക്സ് ചെയ്തതാണ് ഈ വരുന്നത്. ഓക്കെ, അങ്ങനെ 3 ഷെയ്ഡിൽ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ബ്ലാക്ക് ജെൽ കളർ എടുത്തു വെച്ചിട്ടുണ്ട്, വൈറ്റ് ജെൽ കളർ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോണത് ഈ ബ്ലാക്ക് ജെൽ കളറ് നമ്മൾ ഈ മൗണ്ടന് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഡാർക്ക് ഗ്രീനിലുള്ള ബിസ്ക്കറ്റ് ഇതിൻ്റെ മേലോട്ട് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ക്ലിങ് ഫോയിൽ പതുക്കെ ഒന്ന് എടുത്ത് മാറ്റാം. ബാക്ക് സൈഡിൽ നിന്ന് എടുത്ത് മാറ്റാം. അതിന് ശേഷം നമുക്ക് കുറച്ച് ഐലൻഡ് പോലെ ഒരു എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വൈറ്റ് ഒരു ഓഷ്യൻ്റെ എഫക്റ്റ് വരുത്താൻ. അപ്പോൾ നമ്മളുടെ ഓഷ്യൻ കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ കമൻസ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വിടുക. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Until then, take care. Bye bye.